ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2026 വേൾഡ് കപ്പിലെ ഇന്നലെ നടന്ന എച്ച് ഗ്രൂപ്പിലെ മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മെയിനായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരും അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും കാണാത്ത ഒരു മത്സരം. സ്പെയിന് സിമ്പിൾ ആയിട്ട് അടുത്ത റൗണ്ടിലേക്ക് ഗോൾ അടിച്ച് കൂട്ടിയിട്ട് കയറി പോകുമെന്ന് വിചാരിച്ചൊരു മത്സരം. കേപ്പ് വെർഡെ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞൻ രാജ്യം, 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞൻ രാജ്യത്തിനോട് ഗോൾ രഹിത സമനിലയിൽ സ്പെയിന് ഇത്രയും കാളക്കൂറ്റന്മാർ, ഇത്രയും സ്കോഡ് ഡെപ്തുള്ള കാളക്കൂറ്റന്മാർ അങ്ങോട്ട് പണി വാങ്ങിച്ചിരിക്കുകയാണ്. അതോട് കൂടിയിട്ട് ഇന്നലെ മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യ വെച്ചസ് ഉറുഗ്വ, ഫസ്റ്റ് ഹാഫിൽ സൗദി അറേബ്യ തീപ്പാറിയ മത്സരമാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഉറുഗ്വ തിരിച്ചെടുത്തിരിക്കുകയാണ് ആ ഒരു മത്സരം. അങ്ങനെ 1-1 സമനിലയിൽ ആ ഗ്രൂപ്പ് ഓരോ പോയിന്റ് വീതം പങ്കിട്ടിരിക്കുകയാണ്. ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറുഗ്വയും സൗദി അറേബ്യയാണ് പോയിന്റ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. എന്താണ്, ഗോൾ അടിച്ചിട്ടുണ്ട്. സ്പെയിനിന് ഗോൾ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല, കേപ്പ് വെർഡെക്കും ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. ആരും തോൽക്കാൻ മനസ്സിലാതെ കളിച്ചപ്പോൾ ആ ഗ്രൂപ്പ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മുൻപിലുള്ള മരണ ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ഇനി ഉള്ള മത്സരങ്ങൾ പറഞ്ഞാൽ സ്പെയിനിന് ഉറുഗ്വയും, ശക്തരായ ഉറുഗ്വയും സൗദി അറേബ്യ ആയിട്ടാണ്. അപ്പോൾ മുന്നോട്ടുള്ള പോക്ക് സ്പെയിനിന്റെ എന്താണെന്നുള്ളത് ഇനിയുള്ള മത്സരങ്ങളിൽ അറിയാൻ പറ്റും. രണ്ട് മത്സരങ്ങളിൽ സ്പെയിനിന്റെ വിധി നിർണ്ണയിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു ഗ്രൂപ്പ് മരണ ഗ്രൂപ്പായി മാറും. കേപ്പ് വെർഡെ ചിലപ്പോൾ സൗദിയോടും അതേപോലെ തന്നെ സ്പെയിനിനോട് ഈ കളി കളിച്ചിരുന്നെങ്കിൽ അപ്പോൾ സൗദിയും അതേപോലെ ഉറുഗ്വയും ഒന്ന് ഓർത്ത് വെച്ചോ ഈ ഒരു പേര്. ഇതിലെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ ആ ഒരു ഗോൾ കീപ്പർ, 40-കാരനായ ഗോൾ കീപ്പർ, പോർച്ചുഗൽ ലീഗിൽ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഗോൾ കീപ്പറാണ്. അതേപോലെ ഇതിൽ കളിക്കുന്ന യുഎഇയിലും അതേപോലെ സൗദി പ്രോ ലീഗിലൊക്കെ കളിക്കുന്ന ഡിഫൻഡർമാർ അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ലോകത്തിന്റെ എവിടേക്കോ ചെറിയ ചെറിയ ക്ലബ്ബുകളിൽ കളിക്കുന്ന ടീമാണ്. അവരാണ് ഇന്നലെ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ എണ്ണം പറഞ്ഞ ഷോട്ടുകൾ, അതും ഭാഗ്യത്തിന്റെ ഒരു ഇതും, ഫെറാൻ ടോറസിന്റെ ഒക്കെ ഒരു ബാറിന് തട്ടി പോകുന്നുണ്ട്. 1-2 ഷോട്ടുകളാണ് ബാർ തട്ടി പോകുന്നത്. അങ്ങനെ ഭാഗ്യത്തിന്റെ അകമ്പടി എന്ന് പറയാൻ അത് ചെറിയൊരു ശതമാനം. ബാക്കി നല്ലപോലെ സ്പെയിനെ ഡിഫെൻസ് ചെയ്ത് പൂട്ടി തന്നെ പറയാം. എടുത്തു പറയേണ്ട പ്രകടനം എന്ന് പറഞ്ഞാൽ ആ 40-കാരനായ ബൊസീന എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ തന്നെയാണ്. ചങ്ങായിയുടെ ഡിഫൻസ്, അതേപോലെ ഗോൾ കീപ്പിംഗ്, ആ ഒരു സേവുകളൊക്കെ 7ഓളം സേവുകളാണ് ആ ചങ്ങായി ഈ മത്സരത്തിൽ നടത്തിയിരിക്കുന്നത്. അതോടുകൂടി സ്പെയിനിന്റെ എന്താ പറയാ ഒരു കാലിടറിയ ഒരു അവസ്ഥയിലാണ്. എന്താ പറഞ്ഞാൽ അവസാന നിമിഷങ്ങളിൽ യമാലിനെയും വില്യംസിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നു സ്പെയിനിന്റെ കോച്ചിന്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒരുപാട് വൈകിപ്പോയി. ഫസ്റ്റ് ഹാഫിൽ ഇമാതിരി ഡിഫൻസ് ചെയ്യുന്ന ഒരു ടീമിനെതിരെ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴത്തേക്കും എമീൻ അമാൽ തുടങ്ങിയ ശേഷം കുറച്ച് ക്രിയേറ്റീവായിട്ട് ചാൻസുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ് വരാൻ തുടങ്ങിയത്. അതുവരെ ബോൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് അവരുടെ സ്ട്രൈക്കറായ എർസബാല് 30 മിനിറ്റിന് ശേഷമാണ് ഫസ്റ്റ് ടച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ബോൾ അയാളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് കേപ്പ് വെർഡെയുടെ ആ ഒരു ഡിഫൻസ് എത്രമാത്രം, ആ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ മിഡും അറ്റാക്കിങ്ങും എല്ലാം നന്നായിട്ട്, ഈ ബസ് പാർക്കിംഗ് എന്നൊക്കെ പറയില്ല അതിനേക്കാൾ ഗംഭീരമായിട്ട്. പക്ഷെ ഇവർക്ക് ഇന്നലെ കളിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആകെ ഈ 90 മിനിറ്റ് ഈ ഡിഫൻസീവായി കളിച്ചിട്ട് സ്പെയിനെതിരെ ഒരൊറ്റ ഫൗളേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. എന്നാലോ 26% മാത്രം പൊസിഷനുള്ള കേപ്പ് വെർഡെക്കെതിരെ സ്പെയിന് 11ഓളം ഫൗളുകൾ ചെയ്തു എന്നുള്ളതാണ്. 74% പൊസിഷൻ വെച്ചിട്ടുള്ള സ്പെയിനെതിരെയാണ് ഈ ഒരൊറ്റ ഫൗൾ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 17 ടാക്കിളുകൾ, 16 ഇന്റർസെപ്ഷൻ. ഇതൊക്കെ ചെയ്യുമ്പോഴും അതൊരു ഫൗളുകളല്ലാതെ രീതിയിൽ ചെയ്യണമെങ്കിൽ അവർ അത്രമാത്രം ഫുട്ബോളിനെ പഠിച്ചിട്ടുണ്ട്, അതേപോലെ സ്പെയിനിനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. എന്താ പറഞ്ഞാൽ സ്പെയിനിന്റെ ഈ വരുംകാലങ്ങളിലുള്ള വേൾഡ് കപ്പ്, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള വേൾഡ് കപ്പുകളിലൊക്കെ 2010 വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം ആകെ 3 മത്സരങ്ങളിലാണ് വേൾഡ് കപ്പിലായിട്ട് 3 മത്സരങ്ങളിലാണ് സ്പെയിന് ജയിക്കാൻ കഴിഞ്ഞത്. ഫസ്റ്റ് റൗണ്ടിലും പ്രീ ക്വാർട്ടറിലൊക്കെ ആയിട്ട് അവർ പുറത്താവുകയാണ്. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും സ്പെയിനെ കാത്തിരിക്കുന്നത് കണ്ടു തന്നെ അറിയണം. സൗദി അറേബ്യയും അതേപോലെ തന്നെ ഉറുഗ്വയായിട്ടുള്ള മത്സരം ഇവർക്ക് മരണപ്പോരാട്ടമാണ്. സ്പെയിനിന്റെ കോച്ചിന്റെ ഒരു തന്ത്രമാണ് പാളി എന്ന് പറയാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 11 കണ്ടപ്പോൾ തന്നെ 2 വശത്തും സ്ട്രൈക്കർമാരായിട്ട്, ഒന്ന് ബാഴ്സലോണയുടെ ഗാവിയും, രണ്ടാമത്തെ മിഡ്ഫീൽഡ് കളിക്കുന്ന ഗാവിയെ ലെഫ്റ്റ് വിങ്ങിൽ വിങ്ങറായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഫെറാൻ ടോറസിനെ യൂസ് ചെയ്തു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ, ആ കേപ്പ് വെർഡെ എന്ന് പറയുന്ന ടീമിനെ അത്ര നിസാരാക്കിയിട്ടാണ് ആ ചങ്ങായി കണ്ട സ്പെയിനിന്റെ കോച്ച്. അതിൽ യാതൊരു തർക്കമില്ല. അതിനുള്ള പണി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പണി മണുത്ത ഈ ഒരു കോച്ച് സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിലെങ്കിൽ യമാലിനും വില്യംസിനും പരിക്കളൊക്കെ മാറി ആദ്യ സ്റ്റാർട്ടിങ് ചെയ്യണം. അത് ചിലപ്പോൾ ഈ ഒരു മത്സരത്തിൽ വേണ്ട, അടുത്ത സൗദി ആയിട്ടുള്ള മത്സരം അതേപോലെ ഉറുഗ്വ മത്സരത്തിലേക്ക് മാറ്റി വെച്ചതാണെന്ന് വിചാരിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇത്രയും മോശമായ സ്ഥിതിക്ക് സെക്കൻഡ് ഹാഫിൽ, മോശം എന്ന് പറയല്ല, അവരുടെ ഡിഫൻസിനെ തകർക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റാതെ ഒരു 30 മിനിറ്റ് ഒരു സ്ട്രൈക്കറിലേക്ക് ബോൾ എത്തിക്കാൻ പറ്റില്ലെങ്കിൽ, എന്റെ അഭിപ്രായത്തിൽ ഫെറാൻ ടോറസ് ആയിരുന്നു സ്ട്രൈക്കർ എങ്കിൽ, പക്ഷെ സ്ട്രൈക്കർ ആയിട്ടും ഇവർ ക്രോസ് ബോളുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര നല്ല ഡിഫൻസ് കളിക്കുമ്പോൾ അതിനെതിരെ ക്രോസ് ബോളുകളോ അതേപോലെ തന്നെ സെറ്റ് പീസ് ആ ഗോളുകൾക്കൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും
തോൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അതാണ് കേപ്പ് വെർഡെ കുറച്ചുകൂടെ ഉണർന്ന് ഒരു അറ്റാക്കിങ് കളിച്ചിരുന്നത് ചിലപ്പോൾ സ്പെയിന് പണി വാങ്ങിച്ചെന്നെ. സ്പെയിനെതിരെ ഒരു സമനില മതി. ഇനി ഉറുഗ്വേയും അതേപോലെ തന്നെ കേപ്പ് വെർഡ് സോറി സൗദി അറേബ്യക്കാണ് ഇവർക്കെതിരെ സമനിലകളോ ഒരു വിജയമോ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് മൂന്നാം സ്ഥാനക്കാരായിട്ട് ഇനി കയറാൻ പറ്റുന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ സ്പെയിനിന്റെ മുന്നിലുള്ള 2010 വേൾഡ് കപ്പിന് ശേഷം നെതർലാൻഡായിട്ട് 5-1 പരാജയപ്പെട്ടു, ചിലിയായിട്ട് 2-0 പരാജയപ്പെട്ടു, ഓസ്ട്രേലിയ ആയിട്ട് 3-0 വിജയിച്ചു. ഇതൊരു വിജയമാണ് കേട്ടോ ഒരു വേൾഡ് കപ്പിലെ. അടുത്ത വേൾഡ് കപ്പ് നോക്കിയാൽ പോർച്ചുഗലായിട്ട് 3-3 സമനില, ഇറാനായിട്ട് 1-0 വിജയം, മൊറോക്കോ ആയിട്ട് 2-2 സമനില, അതേപോലെ തന്നെ റഷ്യ ആയിട്ട് 1-1 സമനിലയിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്താവുകയാണ്. അടുത്ത വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ കോസ്റ്റാറിക്കയെ വരവറിയിച്ച് 7-0 തകർത്ത് തരിപ്പണമാക്കി. അടുത്ത മത്സരത്തിൽ ജർമ്മനിയായിട്ട് 1-1 സമനില. അതിന്റെ അടുത്ത മത്സരത്തിൽ ഏഷ്യൻ ശക്തികളായ ജപ്പാന് 2-1 ജപ്പാന് പരാജയപ്പെടുത്തി സ്പെയിനിനെ. അടുത്ത മത്സരത്തിൽ മൊറോക്കോ ആയിട്ട് ഗോൾഡ് സമനിലയിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്താവുകയാണ്. അപ്പോൾ ഇത് തുടങ്ങിയിരിക്കുകയാണ് കേപ്പ് വെർഡെ ആയിട്ട് 0-0 സമനില. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇനി എങ്ങാനും സ്പെയിന് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ട് എങ്ങാനും കയറി പോവാണ് പറഞ്ഞാല് റൗണ്ട് ഓഫ് 32-ല് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ അർജന്റീന ആയിരിക്കും സ്പെയിനിനെ കാത്തിരിക്കുന്നത്. അപ്പൊ എന്ത് വില കൊടുത്ത് ഇനിയുള്ള 2 മത്സരങ്ങൾ വിജയിച്ചിട്ട് ഈ മരണ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായിട്ട് തന്നെ കയറാൻ പോകുള്ളൂ സ്പെയിൻ. ഇവരുടെ പ്ലേയേഴ്സിൽ കൂടുതൽ പേരും അയർലാൻഡ് ലീഗിലും അതേപോലെ തന്നെ UAE ആ ഒരു ചെറിയ രാജ്യത്തിന്റെ ലീഗുകളിലേക്കാണ്. ഇവരുടെ പ്ലേയേഴ്സിൽ ഒരുപാട് പേര് UAE-ലും അതേപോലെ തന്നെ ഒരുപാട് പേര് അയർലാൻഡ് ലീഗിലും അതേപോലെ തന്നെ UAE-ലെ പ്രാദേശിക ലീഗ് ഉണ്ട്, അവിടെയൊക്കെ കളിച്ച് ചെറിയ ക്ലബുകൾക്ക് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് ഒന്നും കൂടി ആലോചിക്കണം. അങ്ങനെ ഒരു ടീമാണ് സ്പെയിനിനെ പോലൊരു. സ്പെയിനിന്റെ ടാക്ടിക്സിൽ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സ്പെയിനിന്റെ മിഡ്ഫീൽഡിലും പെഡ്രിയും അതേപോലെ തന്നെ റോഡ്രിയും അതേപോലെ തന്നെ എന്താ പറയാ ഇവർക്ക് രണ്ടുപേർക്കൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് നമ്മളെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഓൾമോനെയൊക്കെ കൊണ്ടുവന്നത് കളി കഴിയാനാകുമ്പോൾ, അതേപോലെ വില്യംസിന് ഒരു ടച്ച് അങ്ങനെ കിട്ടിയിട്ടുള്ളതുകൊണ്ട്. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂട്ടിൽ അമ്മാതിരി ഡിലേ ആണ് ഈ കോച്ച് വരുത്തിയത്. എന്തായാലും ഇതിന് സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, റയൽ മാഡ്രിഡ് ഫാൻസ് തന്നെ ആയിരിക്കും. എന്താണ് റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു പ്ലെയറെ പോലും ഉൾപ്പെടുത്താതെ സ്ക്വാഡ് ഇനി എങ്ങാനും ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായി കോച്ചിനെടുത്ത് സാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ റയൽ മാഡ്രിഡുകാർ ആഘോഷിക്കുകയും ചെയ്യും. അവർക്ക് റയൽ മാഡ്രിഡ് ഫാൻസ് മൊത്തമായിട്ട് ആഘോഷിക്കും സ്പെയിനിൽ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ ഈ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അവരുടെ ദേശവും വർഗവും ഇതൊന്നും നോക്കിയിട്ടല്ല, കളിക്കുന്ന പ്ലേയേഴ്സിനെ നോക്കിയിട്ട്. പക്ഷേ റയൽ മാഡ്രിഡിൽ അത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. അതിനനുസരിച്ചുള്ള പെർഫോമൻസിൽ ആ ഒരു പ്ലേയേഴ്സ് ഒന്നും എത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തിന് ശരിയാണ്. ഇങ്ങനെ സ്പെയിൻ അങ്ങനെ 0-0 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാന്ന് പറയാൻ സൗദി അറേബ്യക്കെതിരെയും ഉറുഗ്വേക്കെതിരെ കടുത്ത മത്സരം തന്നെയാണ്. ഇന്നലെ സൗദിയുടെ ഉറുഗ്വേയുടെ കളി കണ്ടവർക്ക് മനസ്സിലാൻ പറ്റും. ഫസ്റ്റ് ഹാഫിൽ സൗദി തീയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അവരപ്പോ അപകടമാണത്തെ ഉറുഗ്വെ ഉണർന്ന് കളിച്ചു. ഒരു നിമിഷത്തിൽ ഉറുഗ്വേന്റെ കോച്ച് ചിന്തിച്ചിട്ടുണ്ടാവും സൗദിയോട് ഫസ്റ്റ് മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഈ സീസണിലെങ്ങാനും ഈ വേൾഡ് കപ്പ് ആക്കാൻ പറ്റുന്നുള്ള ആ ഒരു ഇതിലായിരിക്കും എന്നുള്ള ആ ഒരു ചെറിയ ചിന്താഗതി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കാണുമ്പോൾ. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഉറുഗ്വെ ഗിയർ മാറ്റി എമ്മാതിരി പെർഫോമൻസ്. 9ഓളം സേവുകളാണ് സൗദി അറേബ്യയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തത്. അങ്ങനെ അവിടെ 1-1 സമനില നേടി അങ്ങനെ ഗ്രൂപ്പ് മാരണ ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയം മാത്രം പോരാ, ഗോൾ ശരാശരിയും കൂടി നോക്കുമ്പോൾ ആരായിരിക്കും ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് വരിക നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്പെയിനിന്റെ മുന്നോട്ട് പോക്ക് എത്രമാത്രം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ 23 ഷോട്ടുകളാണ് സ്പെയിൻ എന്ന് പറയുന്ന ടീം ആ കേപ്പ് വെർഡേക്ക് മേലെ അടിച്ചത്. അതിൽ 8 ഓൺ ടാർഗറ്റിലേക്ക് വന്നത്, അതിൽ 7 സേവ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. കേപ്പ് വെർഡേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6 ഷോട്ടുകളാണ് വന്നാലും ഒരെണ്ണം മാത്രം ഓൺ ടാർഗറ്റിലേക്ക് വന്ന്. സിമിയോൺ എന്ന് പറഞ്ഞാൽ അവിടെ മിണ്ടാതിരിക്കുക സ്പെയിന്റെ ഗോൾ കീപ്പർ, കാരണം പണിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല ആൾക്ക്. അടുത്തത് 62% പൊസിഷനും 38% പൊസിഷനും ഉണ്ടായിരുന്നു. 764 പാസുകൾ, ഏറ്റവും കൂടുതൽ പാസുകൾ ചെയ്യുക എന്നിട്ട് നമുക്ക് ഗോൾ അടിക്കാന്നുള്ള ഒരു ടാക്ടിക്സ് ആണ് നമ്മൾ സ്പെയിന്റെ കോച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ആകെ 275 പാസുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്തു. 92% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു, 74% പാസിംഗ് അക്യുറസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഭാഗത്ത്. 10 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെയിൻ എന്ന ടീം ആ കുഞ്ഞൻ രാജ്യത്തിന്റെ മേലെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഫൗളാണ്. ഇത്രയും ഡ്യുവലുകളും അതേപോലെ തന്നെ ഇത്രയും ഇന്റർസെപ്ഷൻ ഒക്കെ ചെയ്തിട്ടും ആകെ ഒരു ഫൗളുകളാണ് സ്പെയിൻ എന്ന് പറയുന്ന ആ ഒരു അറ്റാക്കിംഗ് ടീമിനെതിരെ ഈ കേപ്പ് വെർഡെ എന്ന് പറയുന്ന ടീം ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കണം. ഓരോ യെല്ലോ കാർഡ് 2 ടീമിനും കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2ഉം 3ഉമാണ്. 11 കോർണേഴ്സ് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് പറഞ്ഞ സാധനം എടുത്തു കഴിഞ്ഞാൽ കേപ്പ് വെർഡെയുടെ പ്ലേയേഴ്സിന്റെ ഡിഫൻഡർമാരുടെ തരമില്ലാതെ സ്പെയിന്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയില്ല. അതേപോലെ സ്പെയിന്റെ അമ്മാതിരി ദുരന്തം ആയിരുന്നു ഇന്നത്തെ അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ കേപ്പ് വെർഡേക്ക് കിട്ടിയത് ഒരേ ഒരു കോർണർ. അപ്പോൾ ഇനി സ്പെയിന്റെ മുന്നോട്ട് പോക്ക് എത്രമാത്രം ഉണ്ട് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ മരണ ഗ്രൂപ്പിൽ നിന്ന് ആരായിരിക്കും 2 പേര് അല്ലെങ്കിൽ 2 പേര് ആരായിരിക്കും ഈ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.